നെല്ല് സഹകരണ സംഘങ്ങളെ കൊണ്ട് ഏൽപ്പിച്ചാൽ ഇവിടെ കൃഷി നിലയ്ക്കും. അതിനകത്ത് ആർക്കും ഒരു സംശയവും വേണ്ട. കാരണം 2004-05 കാലഘട്ടത്തിലാണ് സിവിൽ സപ്ലൈസ് നെല്ലെടുക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് സ്വകാര്യ വ്യക്തികളും സഹകരണ സംഘങ്ങളും ഒരുപാട് പേർ നെല്ലെടുത്ത സമയങ്ങളുണ്ട്. ഇന്നും അന്ന് സഹകരണ സംഘങ്ങൾ നെല്ലെടുത്തതിന്റെ പണം ഇന്നും ലഭിക്കാത്ത കർഷകരുണ്ട്. നിങ്ങൾക്ക് എത്ര പേരെ വേണം, ഞങ്ങൾ കൊണ്ട് കാണിച്ചു തരാം ഇന്നും. അപ്പൊ ഞങ്ങളെ ശരിക്കും ദുരിതത്തിലേക്ക് ആഴ്ത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് സഹകരണ സംഘങ്ങളെ ഏൽപ്പിക്കുന്നത്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. തീർച്ചയായിട്ടും സിവിൽ സപ്ലൈസ് ഗവൺമെന്റ് നോഡൽ ഏജൻസിയാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ 2-3 വർഷം മുമ്പ് വരെ, എന്ന് വെച്ചാൽ 2ാം പിണറായി സർക്കാരിന്റെ മുൻപ് വരെ നല്ല ഭംഗിയായ രീതിയിൽ നെല്ലെടുപ്പ് നടന്നുകൊണ്ടിരുന്നു. ഈ 2ാം ഘട്ടത്തിൽ പണത്തിന്റെ പ്രശ്നവും വേറെ ഓരോരോ പ്രശ്നങ്ങളും വന്നിട്ടാണ് നെല്ലെടുപ്പ് ഫലപ്രദമായി നടക്കാത്തത്. ഈ ഒരു റിവോൾവിംഗ് ഫണ്ട് 1000 കോടി രൂപ അല്ലെങ്കിൽ അതിനാവശ്യമായ തുക റിവോൾവിംഗ് ഫണ്ടിൽ വകയിരുത്തിയ തീരാവുന്ന പ്രശ്നം മാത്രമാണിത്. ആ പ്രശ്നത്തെ വലിച്ചു നീട്ടി സഹകരണ സംഘങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളെ ദുരിതത്തിലേക്ക് കൊണ്ടുപോകുവാനാണ്. അതിന് വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ബഹുമാന്യനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ നെൽകൃഷി ഇവിടെ ചെയ്തില്ലെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് അരി കൊണ്ടുവരിക എന്ന് പറഞ്ഞത് തീർച്ചയായും ഞങ്ങളെ ഒഴിവാക്കുവാൻ വേണ്ടി തന്നെയാണ്. കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് ഇത് ഏൽപ്പിക്കാനാണോ എന്നുപോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. പറയാമോ? തുടങ്ങിയ ബില്ലുകളെല്ലാം പൂട്ടുന്ന സാഹചര്യമാണ്. ഇതൊന്നും കറക്റ്റായ രീതിയിൽ പോകാത്തത്. നമ്മൾ എന്ത് പറയാൻ, അതിന് മറുപടി നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം. തകഴിയിൽ ഒരു ബില്ല് തകരാറിലായി കിടക്കുന്നു. എവിടെയൊക്കെ ബില്ലുകൾ തുടങ്ങിയിട്ടുണ്ടോ അവിടെയൊക്കെ ബില്ലുകൾ പൂട്ടിയിട്ടുള്ളൂ. ഈ സിവിൽ സപ്ലൈസ് നെല്ല് സംഭരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സഹകരണ മേഖലയിലെ ആലപ്പുഴ ജോൺ ജേക്കബ് മില്ലെന്ന് പറഞ്ഞ് സഹകരണ സംഘത്തിന്റെ ഒരു മില്ലുണ്ടായിരുന്നു. അതിന്റെ അവസ്ഥ അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാകും. അത് കൂട്ടിപ്പോയിട്ട് സഹകരണ സംഘം അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കൊണ്ട് അതും പകുതി വഴി കിടക്കുക. ഒരിക്കലും സഹകരണ സംഘങ്ങളെ കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും തോന്നുന്നില്ല.